വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ സമരിയ സ്ത്രീയുമായുള്ള സംഭാഷണം, സത്യമായ ആരാധനയുടെ വ്യാഖ്യാനം, താൻ വരാനിരുന്ന മിശിഹായാണെന്ന വെളിപ്പെടുത്തൽ, യേശുവിന്റെ രണ്ടാമത്തെ അത്ഭുതം എന്നിവ ഉൾക്കൊള്ളുന്നു. യേശു യാക്കോബിന്റെ കിണറ്റിൽ സമരിയ സ്ത്രീയെ കണ്ടു. അവളോട് ജീവജലത്തെക്കുറിച്ച് പറഞ്ഞു. അത് നിത്യജീവൻ നൽകുന്ന ആത്മീയ ജലമാണ്. യേശു അരുളി ചെയ്തു, ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ അഥവാ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. 4-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ. സമരിയാക്കാരിയായ സ്ത്രീ തന്റെ ഗ്രാമത്തിൽ സാക്ഷ്യം പറഞ്ഞു. പലരും യേശുവിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ രോഗരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. 4-ാം അധ്യായം 42 തിരുവചനം. ഗലീലയിൽ യേശു രാജകീയ ഉദ്യോഗസ്ഥന്റെ മകനെ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തി. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എന്റെ മകൻ മരിക്കും മുമ്പേ വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. 4-ാം അധ്യായം 49 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.